ലാലേട്ടൻ ആണ് ഈ പരസ്യചിത്രത്തിൽ അഭിനയിക്കുന്നതെന്നാണ്. ലാലേട്ടൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തെ ദീർഘകാലമായി എനിക്ക് പരിചയമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് എന്നെ പരിചയം 3 വർഷമായിട്ട്. ഞാൻ വിചാരിച്ചു തിരുവനന്തപുരത്തുണ്ടെങ്കിൽ സാധാരണ നിയമസഭയിൽ അദ്ദേഹം വരാറുണ്ട്, സംസാരിക്കാനായിരിക്കുമെന്നാണ്. ഞാൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെയൊരു പരിപാടി ഉണ്ട്, നിങ്ങളൊന്ന് വന്ന് ലോഞ്ച് ചെയ്ത് തരണമെന്നോട് ആവശ്യപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞാൽ നോ എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷെ അദ്ദേഹം രണ്ടാമത്തെ പോയിന്റ് കൂടി പറഞ്ഞത് ലാലേട്ടൻ ആണ് ഈ പരസ്യചിത്രത്തിൽ അഭിനയിക്കുന്നതെന്നാണ്. ലാലേട്ടൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തെ ദീർഘകാലമായി എനിക്ക് പരിചയമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് എന്നെ പരിചയം 3 വർഷമായിട്ട്. ചെറിയൊരു തിരുത്താണ്. ലാലേട്ടൻ എനിക്ക് കുറെ കാലമായിട്ട് അറിയാം. പക്ഷെ അദ്ദേഹത്തിന് എന്നെ പരിചയം 3 വർഷമായിട്ട്. അത് ഗണേശ് ചേട്ടനാണ് പരിചയപ്പെടുത്തി തന്നത്. നേരെന്ന സിനിമയുടെ ഷൂട്ടിലാണ് നമ്മൾ രണ്ടുപേരും പോകുന്നത്. ആർട്സ് കോളേജിന്റെ ഹോസ്റ്റലിലാണ്. അവിടെ വെച്ച് പരിചയപ്പെട്ടു. തുടർന്ന് നല്ലൊരു ബന്ധമാക്കി മാറ്റിത്തീർക്കാൻ നമുക്ക് സാധിച്ചു. അദ്ദേഹത്തെ ഞാൻ ആദ്യം കാണുന്നത്, നേരിട്ട് കാണുന്ന വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. അദ്ദേഹം എനിക്ക് തോന്നിയത് വളരെ ഷൈ, ഇങ്ങനൊന്നും സംസാരിക്കുന്ന ആളല്ലായിരുന്നു. പക്ഷെ പിന്നീട് അടുത്തപ്പോഴാണ് വളരെ നന്നായി സംസാരിക്കുന്ന, ബന്ധം സൂക്ഷിക്കുന്ന ഒരു നടനാണ് ലാലേട്ടൻ എന്ന് എനിക്ക് മനസ്സിലായത്. അദ്ദേഹവും ഗണേശ് ചേട്ടനും തമ്മിലുള്ള ബന്ധം ഇവിടെ പറഞ്ഞു. ആ ബന്ധം ഏറ്റവും നന്നായി അറിയുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം ചെപ്പെന്ന സിനിമയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പരാമർശം ഉണ്ടായിരുന്നു, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ. ആ ചെപ്പെന്ന സിനിമയിലെ കോളേജ് ക്യാമ്പസിന്റെ ഗ്രൗണ്ടിൽ വെച്ച് ഗണേഷ് കുമാർ എന്ന വില്ലൻ കഥാപാത്രത്തെ ഒരു സ്റ്റണ്ട് സീനിൽ പോയി എന്റെ മനസ്സിലാവുന്നത്. അതൊരു കോളേജ് ക്യാമ്പസാണ്. ക്യാമ്പസിന്റെ ഗ്രൗണ്ടിൽ നിന്നാണ് വലിയ സംഘടന നടക്കുന്നത്. ഞങ്ങൾക്ക് ചെറിയ കുട്ടികളാണ്. അത് ഞാൻ ഗണേശ് ചേട്ടനോട് എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഞാൻ നിങ്ങളുടെ ഫസ്റ്റ് കാണുന്ന സിനിമ അതാണ്. അപ്പൊ അദ്ദേഹം പറയാം, എന്റെ ഫസ്റ്റ് സിനിമ അതല്ല, അതിനുമ്പ് വേറൊരു സിനിമയിൽ ഞാൻ അഭിനയിച്ചു എന്നുള്ളത്. തുടർന്ന് അദ്ദേഹത്തിന്റെ പല ക്യാരക്ടേഴ്സും ഞാൻ ഓർക്കുന്നതാണ്. പോലീസ് ഓഫീസറായ ഒരു ക്യാരക്ടർ നന്നായി പെർഫോം ചെയ്യാറുണ്ട്. ഓട്ടോയിൽ ഓട്ടോ ഡ്രൈവർ എന്ന ക്യാരക്ടർ. പല ക്യാരക്ടേഴ്സും പണ്ടേ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ടായിരിക്കാം നമ്മൾ രണ്ടുപേരും സഭയ്ക്കകത്ത് ഏറ്റവും നല്ല സൗഹൃദമുള്ള MLA-മാരായി മാറിയത്. നമ്മൾ രണ്ടുപേരും ദീർഘകാലം താഴത്തിരുന്ന ആൾക്കാരാണ്. 2016 മുതൽ 2022 വരെ താഴത്തായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും എടുത്തിരുത്തിരുന്ന ആൾക്കാരാണ്. ആദ്യം ഞാനാണ് കയറിയത് മുകളിലേക്ക്, സ്പീക്കർ ഡയസിലേക്ക് എത്തി. തൊട്ട് പിറകെ അദ്ദേഹം വന്നു, മന്ത്രിയായി. മന്ത്രി എന്ന നിലയിൽ ജനം മാർക്കിട്ടു എന്നുള്ളത് എനിക്ക് സംശയം വേണ്ട. ഏറ്റവും മികച്ച മന്ത്രിയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. യഥാർത്ഥത്തിൽ ആ ഒരു സൗഹൃദമാണ്, യഥാർത്ഥത്തിൽ ലാലേട്ടനുമായിട്ട് അദ്ദേഹത്തിന്റെ സൗഹൃദമാണ് ലാൽ എന്ന ഒരു ഫിലാൻഡ്രോപ്പിസ്റ്റായ ഒരു നടനെ അദ്ദേഹം, നിങ്ങൾ ഈ ഒരു പടം, ഈ ഒരു ഷൂട്ട്, ബഹുമാനായ മോഹൻലാലിനെ പോലൊരു നടൻ ഒരു പരസ്യചിത്രത്തിൽ അഭിനയിച്ചാൽ എത്ര കൊടുക്കേണ്ടി വരും എന്നുള്ളത് നിങ്ങളൊന്ന് വെറുതെ ഊഹിച്ചാൽ മതി. എത്ര വേണ്ടി വരും? ഒന്ന് അദ്ദേഹത്തിന്റെ ടൈം കിട്ടലാണ്, 2 അദ്ദേഹത്തിന്റെ ബ്രാൻഡ് വാല്യൂ ആണ്. പക്ഷെ അദ്ദേഹത്തിന് ഈ നാടിന്റെ പ്രതിബദ്ധതയുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഒന്നും നൽകാതെ അദ്ദേഹത്തിന്റെ വിലയേറിയ സമയം ഈ നാട്ടിലെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ രക്ഷിക്കാൻ, ഒരു പൊതുഗതാഗത സർവീസിനെ രക്ഷിക്കാൻ വേണ്ടി അതിന്റെ ബ്രാൻഡ് അംബാസഡർ, ഗുഡ്വിൽ അംബാസഡറായി വന്നു എന്നുള്ളതിന് കേരള നിയമസഭയ്ക്ക് വേണ്ടി ബഹുമാനായ ലാലേട്ടനോട് നന്ദി ഞാൻ ഈ ഘട്ടത്തിൽ അറിയിക്കുകയാണ്. ഇത് കേരളത്തിലെ 3.5 കോടിയിലേറെ വരുന്ന മലയാളികൾക്ക് വേണ്ടിയുള്ള നന്ദിയാണ്, നിയമസഭയ്ക്ക് വേണ്ടിയുള്ള നന്ദിയാണ്. അത് ഈ ഘട്ടത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ഗവൺമെന്റിന് വേണ്ടി തീർച്ചയായും പറയാൻ അധികാരം എനിക്കില്ല. അത് ബഹുമാനപ്പെട്ട മന്ത്രി ലാലേട്ടൻ അറിയിച്ചു കഴിഞ്ഞു. ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തോട് ഞാൻ ഈ നന്ദിയോട് അറിയിച്ചത്. അദ്ദേഹം നല്ല ഒരു മനുഷ്യസ്നേഹിയാണ്. നന്നായി സംസാരിക്കുന്ന, നന്നായി തമാശ പറയുന്ന, തമാശ ആസ്വദിക്കുന്ന എന്ന് പറയാൻ കാരണം എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞങ്ങളൊക്കെ തമാശ പറയുമ്പോൾ അദ്ദേഹം ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ തമാശ ആസ്വദിക്കുന്ന നല്ല മനുഷ്യസ്നേഹിയായ ഒരു നടൻ, പണമല്ല മറിച്ച് നിലപാടുകളും ഒപ്പം താൻ ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചപ്പാടുകളുമാണ് ഏറ്റവും വലുതെന്ന് വിശ്വസിച്ച ഒരു നടൻ ആയതുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു സമയം സ്പെൻഡ് ചെയ്ത്, ഇപ്പൊ 1.5 മണിക്കൂർ 1.5 മിനിറ്റില് 2 മിനിറ്റ് വരുന്ന ചിത്രമാണെങ്കിലും അതിനുവേണ്ടി അദ്ദേഹം നീക്കിവെച്ച സമയം വളരെ അമൂല്യമാണ്. നിങ്ങളിപ്പോ
ഒരു കേസ് ഡിസ്കഷന് പോയി കഴിഞ്ഞാൽ വലിയ വലിയ സീനിയർ അഡ്വക്കേറ്റ്സിന് ഡിസ്കഷനായിട്ട് പൈസ വേണം. വാദിക്കുന്നതല്ല, ആദ്യം ഡിസ്കഷൻ എന്ന് പറയും. ഒരു 2-3 ഡിസ്കഷൻ കഴിയുമ്പോഴേക്ക് ഏതാണ്ട് കക്ഷി ഒരു വൈക്കാറും. പിന്നെ വാദിക്കാൻ പോകുമ്പോഴേക്ക് ആലോചിക്കുക. അവിടെയാണ് മോഹൻലാലിനെ പോലൊരു നടനോട് ഇപ്പോ സ്ക്രിപ്റ്റ് പറയാൻ പോകുമ്പോൾ തന്നെ ആദ്യം എല്ലാവർക്കും കിട്ടൂല എൻട്രി. ലാലിന്റെ അടുത്തൊക്കെ സ്ക്രിപ്റ്റ് പറയാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കഥ ചിലരൊക്കെ ധരിച്ചു വെച്ച് ഞാനൊക്കെ പറഞ്ഞ കഥ പറയാൻ കിട്ടുന്നു. അങ്ങനെ നമ്മളൊക്കെ ആരെങ്കിലും ബൈൻഡ് ചെയ്ത് വിട്ടേക്കും. ഇങ്ങനെ കഥയൊക്കെ എഴുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ് ബൈൻഡ് ചെയ്ത് സ്പീക്കറെ പോയി കണ്ടാൽ മതി, നല്ല ബന്ധമാണ്. നമ്മുടെ ഏതെങ്കിലും ഒരു ചിരിക്കുന്ന ചിത്രം കണ്ടാൽ ആളുകൾ വെച്ച് ഞങ്ങൾക്ക് വലിയ സ്വാധീനമാണ്. അങ്ങനെയൊന്നും പറ്റില്ല എന്ന് നമുക്കറിയാലോ. അപ്പൊ നാട്ടിൽ ആരെങ്കിലും നമ്മുടെ ദേശത്തിന്റെ ബൈൻഡ് ചെയ്ത് വിട്ടേക്കും. ഉടൻ പോയി സ്പീക്കറെ കണ്ടാൽ എന്ന സ്ഥലത്തുണ്ട്, അയാൾ വിചാരിച്ചാൽ നടക്കുന്നു. അങ്ങനെയുള്ള പലപ്പോഴും സ്ക്രിപ്റ്റ് പുതുതലമുറയിൽപ്പെട്ട ആളുകൾ എഴുതിയാൽ, കഥ എഴുതിയാൽ പോലും കാണണമെങ്കിൽ അത്രയും പ്രയാസമുള്ള ഒരു നടനെ ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്ക് ഏറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നമ്മുടെ മലയാളത്തിന്റെ ഗ്ലോബൽ അംബാസഡർമാരിൽ ഒരാളായ ശ്രീ മോഹൻലാൽ, അദ്ദേഹം ഇതിന്റെ ഗുഡ്വിൽ അംബാസഡറായി വന്നു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യം. അത് നേടിയെടുത്ത ഗണേശ് ചേട്ടനെ കൊണ്ട് മാത്രമേ, നമുക്കാർക്കും പറ്റുന്ന കാര്യമല്ല. അവര് നമ്മുടെ സൗഹൃദം. എനിക്കറിയാം ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും കള്ളത്തരയില്ല. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞു ലാൽ വിളിക്കുന്ന മോനെ. ശരിയാണ്, ഞാൻ കേട്ടാളാ. എന്താ മോനെ എന്നാണ് ഗണേഷ് കുമാർ അദ്ദേഹം വിളിക്കാറുള്ളത്. ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു നടൻ നമ്മുടെ നാടിന്റെ ഒരു പൊതു കാര്യത്തിന് വേണ്ടി വന്നു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. അത് അതിൽ തന്നെ അതിന്റെ ഉള്ളിൽ തട്ടിയ പരസ്യത്തിലാണ്. അതിൽ അഭിനയമില്ല. അതിന്റെ സ്ക്രിപ്റ്റ് ഹൃദയത്തിലുള്ള സ്ക്രിപ്റ്റാണ്. കാരണം അദ്ദേഹം പറഞ്ഞു, ഞാൻ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പോകുമ്പോൾ KSRTCയിലാണ് ആദ്യം. അതുകൊണ്ട് ആദ്യം KSRTC കയറിക്കറ. ഏതെങ്കിലും ഇന്റർവ്യൂവിനേക്കാൾ പോകുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് KSRTC കയറി ഉറപ്പാ കിട്ടുന്നത്. അത് ഐശ്വര്യം. നമ്മളെ തലശ്ശേരി മുസ്ലിങ്ങളുടെ ഒരു ഭാഷയുണ്ട്, ബർക്കത്ത് എന്ന് പറയും. അത് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് ബർക്കത്തുണ്ട് ഈ ബസ്സിന്. അതാണ് മഞ്ഞിൽ വിരിഞ്ഞ സിനിമയിലൂടെ അഭിനയിക്കാൻ വേണ്ടി ലാലേട്ടൻ പോയപ്പോ KSRTC ബസ് കയറി ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി, ബസ് സ്റ്റാൻഡിൽ നിന്ന് സ്റ്റുഡിയോ പോയി തിരിച്ച് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ട വന്നില്ല. അതേപോലെ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ഉയർച്ച വേണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ വേഗം പാഞ്ഞ് കയറിക്കോളാം KSRTC ബസ്. അത് ക്യാമ്പസിലെ PSC വിദ്യാർത്ഥികളോട് പറയണം. UPSC പരീക്ഷ എഴുതുന്ന ആൾക്കാര്, PSC പരീക്ഷ എഴുതുന്ന ആൾക്കാര്, ജീവിതത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കുന്ന ആൾക്കാർ ഇനി ജോലിശീലൊന്നും കാണാൻ പോണ്ട. പാഞ്ഞ് KSRTC ബസ്സിന് ഇപ്പൊ കൈ കാണിച്ച് നിർത്താൻ പറ്റിയ സംവിധാനമുണ്ട്. അതാണ് സ്റ്റോപ്പ് ഓൺ ഡിമാൻഡ്. എല്ലാം ഒന്നിച്ചിട്ടാണ് സ്റ്റോപ്പ് ഓൺ ഡിമാൻഡ് വരെ. കാരണം എന്താ? നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോപ്പിൽ നിങ്ങൾ നിൽക്കുന്നിടത്ത് ബസ് കൈ കാണിച്ചാൽ നിർത്തണം. അതാണ് ഇതിലൂടെ കാണിച്ചത്. അപ്പൊ ഏറ്റവും ഇത്ര മനോഹരമായ അദ്ദേഹത്തിന്റെ പരസ്യത്തിൽ അദ്ദേഹം പറയുന്ന കാര്യം പറഞ്ഞു. അത് രണ്ടും അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുള്ള വാക്കുകളാണ്. ഒന്നാമത് അദ്ദേഹത്തിന്റെ ലൈഫിന്റെ ട്രെയിനിങ് സ്റ്റോറി ആയിരുന്നു. അത് സിനിമ നടനായി മാറുന്നതിന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് സിനിമ. രണ്ട്, അദ്ദേഹം സ്കൂളിൽ പോയത് ഈ ബസ്സിലാണ്. ഇത് രണ്ടും അദ്ദേഹത്തിന്റെ അനുഭവമാണ്. അനുഭവം അദ്ദേഹം കണക്ട് ചെയ്യുന്ന KSRTCയിലൂടെയാണ്. ഇതിലെ സ്ക്രിപ്റ്റ് കള്ളത്തരങ്ങളല്ല, സ്ക്രിപ്റ്റ് ഹൃദയത്തിനുള്ളതാണ്. ആ ഹൃദയത്തിന്റെ സ്ക്രിപ്റ്റ് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ രണ്ട് പരസ്യചിത്രങ്ങളും തയ്യാറാക്കിയെന്നുള്ളത് കൊണ്ട് തന്നെ പിന്നെ ഇന്നത്തെ കാലത്ത് പ്രൊഫഷണലിസം വളരെ മസ്റ്റാണ്. അപ്പൊ ലാക്ക് ഓഫ് പ്രൊഫഷണലിസമാണ് പല സംവിധാനങ്ങളും തകരാനിടയാക്കുന്നത്. പ്രൊഫഷണൽ അപ്രോച്ച് നമുക്ക് എല്ലാത്തിനും ഉണ്ടാവണം. എന്തിനാ സർക്കാരിന്റെ ബസ്സിന് പരസ്യം തെളിയിക്കും? ഏത് സംവിധാനവും മാർക്കറ്റ് ചെയ്യപ്പെടുമ്പോൾ സക്സസ് ആകും. വിസിബിലിറ്റി ഉണ്ടാവണം, മാർക്കറ്റ് ചെയ്യപ്പെടണം. മാർക്കറ്റ് ചെയ്യപ്പെടുമ്പോൾ വിസിബിലിറ്റി ഉണ്ടാകുമ്പോഴാണ് ആളുകൾ രംഗത്ത് കയറുക. അപ്പൊ അത് പ്രൊഫഷണലിസമാണ് ഏറ്റവും അനിവാര്യമായി വേണ്ടത്. ഇക്കാലം അത്രയും ഞാൻ ആരെയും ബ്ലെയിം ചെയ്യാൻ വേണ്ടി പറയുന്നില്ല. പലപ്പോഴും നമ്മുടെ KSRTCക്ക് ഇല്ലാതെ പോയത് ആ പ്രൊഫഷണലിസം ആയിരുന്നു. ആ പ്രൊഫഷണലിസം ഇപ്പൊ കൊണ്ടുവരാൻ അതിന്റെ ടീം ലീഡർ എന്ന നിലക്ക് ശ്രീ KB ഗണേഷ് കുമാറിന് കഴിയുന്നു. അതിന് അദ്ദേഹത്തെ സഹായിക്കാൻ പ്രമോദ് ശങ്കർ ഉണ്ടായിരുന്നില്ല. പ്രമോദ് ശങ്കർ അടുത്തിരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യം, ഇതേപോലെ മഹാരാഷ്ട്ര ബസ് സർവീസിന് വേണ്ടി മോഡൽ അംബാസിഡർ ആയത് ടെണ്ടുൽക്കറാണ്, സച്ചിൻ ടെണ്ടുൽക്കർ. നമ്മളെ ഒരു കാലത്ത് പറഞ്ഞു ക്രിക്കറ്റ് ഈസ് മൈ റിലീജിയൻ, സച്ചിൻ ഈസ് മൈ ഗോഡ് എന്ന് പറഞ്ഞൊരു തലമുറയാണ് നമ്മളൊക്കെ. അങ്ങനെ സച്ചിൻ തെണ്ടുൽക്കർ അഭിനയിച്ചതൊന്നും യഥാർത്ഥ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടാണെങ്കിൽ ഇത് ഗുഡ് വിൽ അംബാസിഡറായി അഭിനയിക്കാൻ ബഹുമാനപ്പെട്ട മോഹൻലാൽ വന്നു എന്നത് സന്തോഷകരമായ കാര്യം. KSRTC ഉത്തര ഇനിയും ഉയരട്ടെ, ഇനിയും വളരട്ടെ. അത് നേതൃത്വം കൊടുക്കുന്ന ടീമിന് ആ നിലയിൽ സാധിക്കട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. ഒപ്പം ഇവിടെ ലോഞ്ച് ചെയ്തിരിക്കുന്ന 2 ആപ്പ് ഉണ്ട്. ആ 2 ആപ്പ് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക.
അപ്പൊ സാധാരണ KSRTC-ക്കാർ MLA-മാർ മന്ത്രിമാരൊക്കെ വന്ന ഇതുപോലെ നിങ്ങൾ ഇതൊന്നും കൊടുക്കണ്ട, പകരം ഒരു ബസ് കൊടുക്കണം ഇവരുടെ മണ്ഡലത്തിൽ. അത് നമുക്ക് സന്തോഷമുണ്ട് ഓടി വരാൻ. ഇവിടെ ഇപ്പോ ഒരു ചെടി തന്നു, ഒരു ചെടി തരുന്നതിന് പകരം നമുക്കൊക്കെ വരാൻ ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നപ്പോഴാണ് സ്പീക്കർ വരുന്നു. എന്നാൽ പിന്നെ സ്പീക്കർ മണ്ഡലത്തിൽ ഞങ്ങളുടെ അതേ ഇതിന്റെ ചെറിയ ബസ് ഉണ്ടാക്കി തന്ന ഇതാ നിങ്ങളുടെ വീട്ടിൽ ഓടിക്കാൻ വേണ്ടി ഞങ്ങൾ തരും. അതിന്റെ പ്രതീകാത്മകമായ റിപ്ലൈക്കായി അവർ തരുന്നു. ആ നിലയിലേക്കൂടി ഒരു സ്ട്രാറ്റജി, ആ നിലയിലേക്കൂടി ഒരു പ്രൊഫഷണലിസം ഭാവിയിൽ ഗണേഷ് കുമാർ ഉണ്ടാക്കാൻ കഴിയണം. നമുക്ക് വലിയ സന്തോഷമാണ്. കാരണം ഒരു ബസ്സൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ വളരെ ഹാപ്പി ആയിരിക്കും. ഒരു ബസ് കിട്ടിയല്ലോ. നാട്ടിലെപ്പോഴും പലരും ഞങ്ങളുടെ ടു ബി ഹോണസ്റ്റ്, ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്റെ കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്ത് കൂടുതലും പ്രൈവറ്റ് ബസ്സാണ്. പക്ഷെ എന്നാലും ജനങ്ങൾക്ക് KSRTC-യോട് വലിയ താല്പര്യമുണ്ട്. ആ KSRTC താല്പര്യമുള്ളതുകൊണ്ട് ഗണേഷ് കുമാർ അദ്ദേഹം ഞങ്ങളുടെ സഭയിൽ പറഞ്ഞു, സഭ ബഹളമയമായിരിക്കുന്ന ഘട്ടത്തിൽ റക്കസ് എന്ന് പറയാം, റക്കസായ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ചോദ്യം വരാൻ വേണ്ടി ഞാൻ കാത്തുനിന്നു. കാരണം ആ ചോദ്യം കേരളത്തിലെ ബസ് സർവീസ് അന്ന് വേണമെങ്കിൽ പെട്ടെന്ന് സസ്പെൻഡ് ചെയ്യാം. കാരണം അദ്ദേഹത്തിന്റെ ചോദ്യം വരുന്നവർ നിൽക്കാൻ കാരണം അത് കേരളത്തിലെ ക്യാൻസർ രോഗികളുമായി കണക്ട് ആയിട്ട് ചോദ്യം KSRTC-ക്ക് അത് ചെയ്യാൻ പറ്റും. ചോദ്യം ഞാൻ കണ്ടപ്പോൾ ആ ചോദ്യം എന്തായാലും ഫ്ലോറിൽ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ബഹളത്തിനിടയിലും ആ ചോദ്യം ചോദിക്കാൻ ഗണേഷ് കുമാർ അവസരം നൽകി. കൃത്യമായി അദ്ദേഹം പറഞ്ഞു, കേരളത്തിലെ ക്യാൻസർ സെന്റേഴ്സ്, കേരളത്തിൽ 3 ക്യാൻസർ സെന്റേഴ്സ് ആണ്. മലബാർ ക്യാൻസർ സെന്റർ, കൊച്ചിൻ ക്യാൻസർ സെന്റർ, RCC. ഈ 3 ക്യാൻസർ സെന്റേഴ്സിലെയും പേഷ്യൻസിന് വേണ്ടി ഫ്രീ സർവീസ് KSRTC നടത്തും. ഞങ്ങൾക്ക് നൽകിയ ഉറപ്പാണ്, ഫ്ലോറിൽ നൽകിയ ഉറപ്പാണ്. അത് ഞാനിവിടെ പറയും, സാക്ഷ്യപ്പെടുത്തുന്നു. എന്റെ മലബാർ ക്യാൻസർ സെന്ററിൽ ഇന്ന് ബസ് ഓടുന്നുണ്ട്. അദ്ദേഹം നൽകിയ ഉറപ്പാണ്. അതുപോലെ KSRTC-യുമായി ബന്ധപ്പെട്ട് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം അദ്ദേഹം പാലിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ സാക്ഷ്യപ്പെടുത്തുന്ന കാര്യം ഈ ഒരു കാര്യമാണ്. ക്യാൻസർ രോഗികൾക്ക് സൗജന്യ യാത്ര, ക്യാൻസർ സെന്ററിലേക്ക് KSRTC ബസ്, ഈ 2 കാര്യവും അദ്ദേഹം യാഥാർത്ഥ്യമാക്കിയെന്ന കാര്യം നിയമസഭയിൽ നൽകിയ ഉറപ്പ് അദ്ദേഹം പാലിച്ചു എന്ന് ഇവിടെ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അത് തീർച്ചയായും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.